ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ BJPക്ക് ഉണ്ടായ വലിയൊരു വിജയം, അതിൻ്റെ എല്ലാത്തരം കണക്കുകളും പുറത്തു വന്നതിന് ശേഷം, കാരണം ഈ ഒരു തോൽവി എത്രത്തോളമാണ് ആഘാതമുണ്ടാക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ആ ഒരു കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിച്ച സ്ഥലങ്ങളിൽ അവിടെ എന്താണ് ബലമുണ്ടായത് എന്നുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹരിയാന തെരഞ്ഞെടുപ്പിലാണ് BJPയും കോൺഗ്രസും കൂടി നേർക്കുനേർ മത്സരിച്ചത്. ആ നേർക്കുനേർ മത്സരത്തിൽ കോൺഗ്രസ് അട്ടപടലം പെടുകയായിരുന്നു, അല്ലെങ്കിൽ തോറ്റു തുന്നം പാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അതായത് BJPയുമായി നേർക്കുനേർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പരാജയം വീണ്ടും വീണ്ടും സംഭവിക്കുന്ന തലത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അത് ഹരിയാനയിലും ആവർത്തിക്കുക തന്നെയായിരുന്നു. ഹരിയാനയിലും BJPയുമായി നേർക്കുനേർ വന്ന ഹരിയാനയിൽ വലിയൊരു തോൽവി കോൺഗ്രസിന് വീണ്ടും ഉണ്ടാവുകയും മൂന്നാമത് വീണ്ടും അധികാരത്തിൽ BJP വരുന്നൊരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും ഈ പറയുന്ന കോൺഗ്രസും BJPയും നേർക്കുനേർ വരുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് 76ഓളം സീറ്റുകളിലാണ് കോൺഗ്രസും BJPയും മാത്രമുള്ള മത്സരം ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്നത്. അവിടുത്തെ ബലം എന്താണ്, അവിടുത്തെ റിസൾട്ട് എന്തായിരുന്നു, ആർക്കാണ് സീറ്റ് കൂടുതൽ, ഈ 76 സീറ്റുകളിൽ കിട്ടിയത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി അവിടെ ഉണ്ടായത് എന്നുള്ള ആ ഒരു കണക്ക് വളരെയധികം വ്യക്തമാണ്. അതായത് 76 സീറ്റുകളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ചു. ഈ ബലങ്ങൾ അടിവരയിടുന്നത് BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ കോൺഗ്രസിന്റെ തുടർച്ചയായ പരാജയമാണ് എന്നാണ്. അതായത് 76 സീറ്റുകളിൽ മത്സരിച്ച BJPയും കോൺഗ്രസും അതിൽ മഹാരാഷ്ട്രയിൽ വലിയ ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് അവിടെ ഉണ്ടായിരിക്കുന്നത്. 76 സീറ്റുകളിൽ കോൺഗ്രസ് നേടിയ സീറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാറിന്റെ NCPയുമായും മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചെങ്കിലും അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും തരിപ്പണമാവുകയായിരുന്നു. ഉയർന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും മുഖ്യ എതിരാളികളായ ഭാരതീയ ജനതാ പാർട്ടിയുമായി നേരിട്ട് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് മോശം ട്രാക്ക് റെക്കോർഡ് നിലനിർത്തുകയായിരുന്നു. അതായത് 76 മണ്ഡലങ്ങളിൽ BJPയെ നേരിട്ട കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അതായത് 76 സീറ്റുകളിൽ 10 സീറ്റുകൾ മാത്രം കോൺഗ്രസിന് ലഭിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ഇതിന് വിപരീതമായി ഭരണവിരുദ്ധത കൈകാര്യം ചെയ്തിട്ടും BJP ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു എന്നാണ്. അതായത് 66 സീറ്റുകൾ നേടുകയും അവരുടെ നേർക്കുനേർ മത്സരങ്ങളിൽ കോൺഗ്രസിനെ നിർണായകമായി മറികടക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. അതായത് 76 സീറ്റുകളിൽ നേർക്കുനേർ മത്സരിച്ചിട്ട് കോൺഗ്രസിന് കിട്ടിയത് വെറും 10 സീറ്റുകൾ, BJPക്ക് 66 സീറ്റുകൾ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഹ്യൂജ് ആണ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിരുന്നു BJPയും കോൺഗ്രസും നേർക്കുനേർ വന്നപ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് ഉണ്ടായത്. BJPക്ക് വമ്പൻ നേട്ടവും 66 സീറ്റുകൾ BJP നേടി, 10 സീറ്റുകളിൽ കോൺഗ്രസിന് ഒതുങ്ങേണ്ടിയും വന്നു. ഈ ബലങ്ങൾ അടിവരയിടുന്നത് BJPക്കെതിരായ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ കോൺഗ്രസിന്റെ തുടർച്ചയായ പരാജയങ്ങളാണ്. BJPയുടെ ശക്തമായ നേതൃത്വവും ഫലപ്രദമായ തന്ത്രങ്ങളും വ്യാപകമായ ജനപിന്തുണയും അതിന് തുടർച്ചയായി ഒരു മുൻതൂക്കം നൽകിയിട്ടുണ്ട്. സമീപകാലത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എതിരാളിയെ നേരിടുന്നതിൽ കോൺഗ്രസിന്റെ വെല്ലുവിളികളുടെ പ്രധാന ഉദാഹരണമായി കാണുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് തിരിച്ചടിയാണ് നേരിട്ടത്. മഹാരാഷ്ട്രയിലെ 76 മണ്ഡലങ്ങൾ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടി. ഇതിൽ 7 സീറ്റുകളിൽ 2ാം സ്ഥാനം പോലും നേടാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ മോശം പ്രകടനത്തിന് അടിവരയിടുന്നത് മൊത്തത്തിലുള്ള വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് 12% നേടിയപ്പോൾ BJP 27% നേടി. എന്നിരുന്നാലും ഓരോ പാർട്ടിയും മത്സരിക്കുന്ന സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഓരോ സീറ്റിലും ശരാശരി 51% കൂടുതൽ വോട്ട് വീതം BJP നേടി. കോൺഗ്രസിന്റെ 34% വോട്ടായി താരതമ്യം ചെയ്യുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ച ഓരോ സീറ്റിലും ശരാശരി 44% കൂടുതൽ വോട്ട് വീതം രേഖപ്പെടുത്തിയിരുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6% പോയിന്റ് വർധന രേഖപ്പെടുത്തി. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റുകളും ഈ വർഷം മത്സരിച്ച 17 ലോക്സഭാ സീറ്റുകളിൽ 13 സീറ്റുകളും നേടിയ കോൺഗ്രസ് ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഓരോ സീറ്റിലും 47%
ശതമാനത്തിൽ കൂടുതൽ വോട്ടും മൊത്തം വോട്ട് ഷെയറിന്റെ 16% കൂടുതലും കോൺഗ്രസ് നേടിയപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഓരോ സീറ്റിലും വോട്ട് വീതം 14% കുറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രകടനത്തിലെ കുത്തനെ ഇടിവാണ് ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേടിയ 16 സീറ്റുകളിൽ 9 വിഭർജ മേഖലയിൽ നിന്നാണ്. വിഭർജയിൽ 36 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടിയിരുന്നു. 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു. അതേസമയം 28 സീറ്റുകൾ BJP നേടുകയായിരുന്നു. ആ ഒരു ആധിപത്യം പുലർത്തിയിരിക്കുന്നു BJP. താരതമ്യേന 2019 വിഭർജയിൽ ഇരു പാർട്ടികളും 31 സീറ്റുകളിൽ മത്സരിച്ചു. BJP 23ഉം കോൺഗ്രസ് 8ഉം നേടിയിരുന്നു. 8 മാത്രം വിജയിച്ചപ്പോൾ 28 സീറ്റുകൾ നേടി BJP ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിലെ തങ്ങളുടെ ശക്തി കേന്ദ്രം അടിവരയിടുകയാണ്. അതായത് താരതമ്യേന 2019 വിഭർജയിൽ ഇരു പാർട്ടികളും 31 സീറ്റുകളിൽ മത്സരിച്ചു. BJP 23ഉം കോൺഗ്രസ് 8ഉം നേടി. വിഭർജയ്ക്ക് അപ്പുറം വടക്കൻ മഹാരാഷ്ട്രയിൽ BJPയുമായി നേരിട്ടുള്ള മത്സരത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റും കൊങ്കൺ മേഖലയുടെ കീഴിലുള്ള മുംബൈ സബർബൻ മേഖലയിൽ മറ്റൊന്നും മാത്രമാണ് നേടാനായത്. നേരിട്ടുള്ള മത്സരത്തിൽ BJP നേരിട്ട 76 മണ്ഡലങ്ങളിൽ 7ലും 2ാം സ്ഥാനം പോലും നേടാനാകാത്തതാണ് കോൺഗ്രസിന്റെ മോശം പ്രകടനം കൂടുതൽ എടുത്തു കാണിച്ചത്. തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഏറ്റത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിനെന്നല്ല, കോൺഗ്രസിന് മാത്രമായിട്ട് ലഭിച്ചത് തന്നെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം 76 സീറ്റുകളിൽ നേർക്കുനേർ മത്സരിച്ച BJPയും കോൺഗ്രസും അതിൽ 10 സീറ്റുകൾ മാത്രം നേടാനായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറും നാണം കെട്ടൊരു തോൽവിയാണെന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 76 സീറ്റുകളിൽ 66 സീറ്റുകളിൽ നേടി BJP ഒരു വലിയ കുതിപ്പാണ് മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നത് എന്ന് ഈ ഒരു കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്.